ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിഷേക്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ ഗൂഗിൾ പിക്സൽ ക്യാമറ അല്ലെങ്കിൽ GCamൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും എന്നതാണ്. ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മുടെ മൊബൈൽ ബ്രാൻഡിന് അനുസരിച്ചുള്ള GCam ആപ്ലിക്കേഷൻ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഇൻ്റർനെറ്റ് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് താഴെ പറയുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യേണ്ട പേജ് ലോഡായി വന്നിരിക്കുകയാണ്. അതിൽ കൊടുത്തിരിക്കുന്നു ഹൗ ടു ഇൻസ്റ്റാൾ GCam 7 ഓൺ എനി ആൻഡ്രോയിഡ് ഡിവൈസസ്. പേജിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം സപ്പോർട്ട് ഡിവൈസസ് ഫോർ GCam മോഡ്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ സീരീസുകളിൽ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോക്കോ F1ലാണ്. അതുകൊണ്ട് തന്നെ പോക്കോ F1 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വർക്കാകണമെങ്കിൽ ക്യാമറ ടു API എന്ന ഫീച്ചർ എനേബിൾ ആവേണ്ടതുണ്ട്. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ യൂസേഴ്സിന് ക്യാമറ ടു API ഓൾറെഡി എനേബിൾഡ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഡയറക്റ്റായി തന്നെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. എനേബിൾഡ് അല്ലാത്തവർക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് എൻ്റെ അടുത്ത വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇനി ക്യാമറ ടു API എന്ന ഓപ്ഷൻ എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യാമറ ടു പ്രോബ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അതിൽ ഹാർഡ്വെയർ സപ്പോർട്ട് ലെവൽ എന്ന ഓപ്ഷന് നേരെ ലെഗസി എന്നാണെങ്കിൽ ക്യാമറ ടു API എനേബിൾഡ് അല്ല. പോക്കോ F1ൽ GCam ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എടുത്ത കുറച്ച് ഫോട്ടോസ് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് കാണാവുന്നതാണ്. GCamൻ്റെ APK ഫയൽ ഡൗൺലോഡായി. അതിനുശേഷം ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ GCam ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡായി. ഇനി അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പെർമിഷൻ നോട്ടിഫിക്കേഷൻസ് എല്ലാം അലോ ചെയ്യുക. ഇതാണ് GCamൻ്റെ ഇൻ്റർഫേസ്. സ്റ്റോക്കായിട്ടുള്ള മൊബൈൽ ക്യാമറ ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് കുറേയധികം ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിലെ നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി എല്ലാം വളരെ മികച്ചതാണ്. നിങ്ങൾക്ക് തന്നെ സ്വയം ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇനി GCam വെച്ചെടുത്ത് കുറച്ച് ഫോട്ടോസ് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.